നേരം പുലർന്ന് തുടങ്ങിയിരിക്കുന്നു. നല്ല മഞ്ഞും തണുപ്പും. മങ്ങിയ ഫ്ലോറസെൻ്റ് ബൾബിൻ്റെ പ്രകാശത്തിൽ തിരക്കിട്ട അടുക്കള ജോലിയിലാണ് അനുരാധ. കാർത്തി, കല്യാണി, എഴുന്നേൽക്കുന്നുണ്ട് രണ്ടാളും. കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അനുരാധ അടുക്കളയിൽ നിന്ന് ഉച്ചത്തിൽ മുറിയിലേക്ക് നോക്കി വിളിച്ചു. ഈ ചേച്ചിക്കെന്താ രാവിലെ? എന്ത് തണുപ്പാ! എനിക്കൊന്നും വയ്യ എഴുന്നേൽക്കാൻ. പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടിക്കൊണ്ട് കല്യാണി കുറുകി. എടീ, എഴുന്നേൽക്ക്. ദേ, ചേച്ചി വന്ന രാവിലെ തല്ലുകൊള്ളും. പോയി മുഖം കഴുകിയിട്ട് വന്ന് പഠിക്കാൻ നോക്ക്. ബെഡ്ഷീറ്റ് കുടഞ്ഞു മടക്കിക്കൊണ്ട് കാർത്തി കല്യാണിയോട് പറഞ്ഞു. കത്തിക്കാൻ ഒരു തുണ്ട് വിറകില്ല. എന്തു പുകയാണിത്! നാശം പിടിക്കാനായിട്ട്. പുകഞ്ഞിട്ട് കണ്ണെരിയുന്നു. എന്നാണോ എന്തോ ഈ കഷ്ടപ്പാടൊക്കെ മാറി ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക. അതോ ജീവിതാവസാനം വരെ ഈ ജീവിതം തുടരാനാണാവോ എൻ്റെ വിധി. പഠിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും അതിനൊന്നും മുതിരാതെ എൻ്റെ വീടും എൻ്റെ കുട്ടികളും എന്നൊക്കെ ചിന്തയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. വയ്യ, പണിയെടുത്ത് മടുത്തു. മതിയായി എനിക്ക്. ഇവറ്റകളൊക്കെ 4 അക്ഷരം പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങിയിട്ട് വേണം എനിക്ക് സമാധാനത്തോടൊന്ന് ജീവിക്കാൻ. എൻ്റെ ആഗ്രഹം നിറവേറാനൊന്നും പോകുന്ന മട്ടില്ല. അവളുടെ നാവുകൾ തൻ്റെ സങ്കടത്തെപ്പറ്റി സ്വയം മന്ത്രിച്ചു കൊണ്ടിരുന്നു. ചേച്ചി, കട്ടൻ ചായ ഉണ്ടാക്കിയോ? അടുക്കളയിലേക്ക് വന്നുകൊണ്ട് കാർത്തി അവളോട് ചോദിച്ചു. നീ കണ്ടോ കാർത്തി, ആ വിറക് പച്ചയാണ്, കത്തുന്നു പോലുമില്ല. പുകഞ്ഞിട്ടാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയണില്ല. നീ എവിടുന്നാ ആ വിറക് വാങ്ങിയത്? മധുമാമൻ്റെ കടയിൽ നിന്നാ. ഉണക്ക് വിറക് തരാൻ ഞാൻ പറഞ്ഞേ. അപ്പോൾ അയാൾ പറയുക, നേരത്തെ വാങ്ങിയതിൻ്റെ കടമൊക്കെ തന്ന് തീർക്ക്, എന്നിട്ട് തരാമെന്ന്. എൻ്റെ കൃഷ്ണ! അനു തലയിൽ കൈവച്ചു. നുള്ളി പൊറുക്കിയാ ജീവിക്കുന്നേ. വല്ലാത്ത വിധി തന്നെ. ദേ, ഇതുകൊണ്ട് അവൻ്റെ കൈ കൊടുത്തേക്ക്. ജീരകപ്പോണി തുറന്ന് അതിലുണ്ടായിരുന്ന രൂപയെടുത്ത് കാർത്തിയുടെ നേരെ നീട്ടിക്കൊണ്ട് അനു പറഞ്ഞു. ചട്ടിക്ക് മാറ്റി വെച്ചിരുന്നതാ. അതിനി ആരുടെ കയ്യിൽ നിന്നാ കടം വാങ്ങിക്കാം? എനിക്കറിയില്ല. എന്തായാലും നീ അയാൾക്ക് ഇത് കൊടുക്ക്. ഗ്ലാസ്സിലേക്ക് കട്ടൻ ചായ ഒഴിച്ചു അനു കാർത്തിക്ക് കൊടുത്തു. എടാ, അവൾ എഴുന്നേറ്റില്ലേ? ഞാൻ വിളിച്ചിട്ടാ വന്നേ. പോയി ഒന്നുകൂടെ വിളിക്ക്. എഴുന്നേറ്റ് വല്ലതും പഠിക്കാൻ പറ അവളോട്. ആ ചേച്ചി, അവൻ ചായയുമായി മുറിയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് വയ്യെങ്കിൽ ഒരു വേലക്കാരിയെ വെച്ചൂടെ? ഞാൻ എത്ര തവണ പറഞ്ഞാലും കേൾക്കില്ല. ഏയ്, അതൊന്നും വേണ്ട മോളെ. ദേവൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ. ദേവൻ പെണ്ണ് കെട്ടിയാൽ തന്നെ അവളെ ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യിപ്പിക്കാൻ കഴിയുമോ? അതല്ല മോളെ ഞാൻ പറഞ്ഞത്. അമ്മ എന്തായാലും ഒന്നും പറയണ്ട. ഞാൻ മേരിയെ വിളിച്ചു പറയാം. അവൾ കുറേ നാൾ അവിടെ ജോലി ചെയ്തതല്ലേ. ശമ്പളം വല്ലതും കൂട്ടിക്കൊടുക്കാം. അമ്മയ്ക്കൊരു കൂട്ടുമാവും. ദേവൻ അവിടെ ഉണ്ടോ? ദിവ്യ അമ്മയോട് ചോദിച്ചു. അവൻ മറ്റന്നാൾ ദുബായിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ തിരക്കിലാണ്. രാവിലെ ചായ കുടിച്ചിട്ട് എങ്ങടോ പോയി. അവൻ ഇത് മാത്രമേ ഉള്ളൂ പണി. മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ദുബായ് കണ്ടില്ലെങ്കിൽ അവൻ ഉറക്കം വരില്ലേ? ബിസിനസ്സിൻ്റെ പേരും പറഞ്ഞ് അവിടെ വല്ല കുടുംബവും തുടങ്ങിയോ ആശാൻ? ദിവ്യ ചിരിച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവനെ വരച്ച വരയിൽ നിർത്തുന്ന ഒരു പെണ്ണിനെ കിട്ടും. നീ നോക്കിക്കോ. ഉവ്വേ, വയസ്സ് 42 കഴിഞ്ഞു. ഓർമ്മ വേണം. കുട്ടികളൊക്കെ എന്തേ? എന്നെ കാണണമെന്ന് പറയില്ലേ അവർ? എന്നാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? ആ, ഇവിടെ മഞ്ഞ് വീഴ്ച തുടങ്ങി. പിള്ളേരുടെ സ്കൂളൊക്കെ അടയ്ക്കട്ടെ, അപ്പോഴേക്കും വരാം. ശരി മോളെ. ഫോൺ കട്ട് ചെയ്ത് ജാനകി അമ്മ ഉമ്മറത്തേക്ക് നടന്നു. തളിരണിഞ്ഞ നെൽച്ചെടികളിലൊക്കെ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചതിലേക്ക് സൂര്യപ്രകാശം പതിച്ചു. ആവ ചൂടേറ്റ് നീരാവിയായി മുകളിലേക്ക് പോകുന്നു. വരമ്പുകൾ വെട്ടിമുറിച്ചും കളകൾ പറിച്ചും ഗോവിന്ദൻ മാഷ് തൻ്റെ കൃഷിത്തോട്ടത്തിൽ പുലർച്ചെ തന്നെ ജോലിയിലാണ്. ജാനകി അമ്മ ഉമ്മറത്ത് വന്ന് മാഷിനെ നോക്കി. ആ വലിയ മുറ്റത്തു നിന്നും തുടങ്ങുന്ന വയലങ്ങ് ദൂരെയുള്ള അമ്പാടിക്കണ്ണൻ്റെ കോവിൽ പിന്നിട്ട് റോഡിൻ്റെ ഇടതുവശത്തുള്ള വലിയ പുഴ വരെ നീണ്ടു കിടക്കുകയാണ്. അതിൽ മാഷിൻ്റെ സഹായികളായി കുറേ പണിക്കാരുമുണ്ട്. വിളവെടുപ്പ് കാലമായാൽ നല്ല ചേലാണ്. മുറ്റമാകെ നെൽമണികളും കറ്റയും കച്ചിയും. അവിടുത്തെ കാറ്റിന് പോലും നെല്ല് പുഴുങ്ങിയ ഗന്ധമാണ്. ഒരു സൈക്കിൾ ബെല്ലോടെ കറവക്കാരൻ ദാമു മുറ്റത്തേക്ക് വന്നു. പയ്യനെ കറന്നുള്ള പാലിൻ്റെ അളവ് ബുക്കിൽ കുറിച്ചിട്ട് അയാൾ ജാനകിയമ്മയെ നോക്കി ചിരിച്ചു. ദാമുവേ,
മോളെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി? ഓ, എന്താവാൻ ജാനകി അമ്മേ, ഓരോരുത്തന്മാർ വന്ന് പെണ്ണ് കണ്ട് കഴിയുമ്പോൾ ഒരു വിലയിടും. എൻ്റെ മോളെ എന്തായാലും വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവളെ സ്നേഹിക്കാൻ കഴിയുന്ന ആരേലും വരും. വലിയ പ്രായമൊന്നുമായിട്ടില്ലല്ലോ. അതാ നല്ലത്. അവൾക്ക് പഠിപ്പില്ലേ? ജോലിയൊന്നും ആയില്ലെങ്കിലും PSC ഒക്കെ നോക്കുന്നുണ്ടല്ലോ. ഉവ്വമ്മേ, റാങ്ക് ലിസ്റ്റിലുണ്ട്. അവൾ മിടുക്കിയ ദാമു. എൻ്റെ പേരക്കുട്ടിയുടെ സ്ഥാനത്താ അവൾ. ഇവിടെ വരെ ഒന്ന് വരാൻ പറ കുട്ടിയോട്, എനിക്കൊന്ന് കാണാൻ. ആ, ഞാൻ പറയാം. പോട്ടെ, പാല് കൊണ്ട് സൊസൈറ്റിയിൽ കൊടുത്തിട്ട് വരാം. പയ്യന് പുല്ല് തീരാറായി. അയാൾ സൈക്കിളിൽ കയറിക്കൊണ്ട് ജാനകി അമ്മയോട് പറഞ്ഞു. പോയി വാ. ക്ഷേത്രത്തിലെ കൃഷ്ണഭക്തിഗാനങ്ങൾ കേട്ട് ഉമ്മറത്തെ ചാരുകസയിലേക്ക് ജാനകി അമ്മ ഇരുന്നു. അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ. മരുന്നൊക്കെ എടുത്ത് കഴിക്കണേ. അനുരാധ ഉറക്കത്തിൽ കിടക്കുന്ന മല്ലികയെ വിളിച്ചുണർത്തിക്കൊണ്ട് പറഞ്ഞു. ദാ, ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് കഴിക്കണേ. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഒരുപാട് താമസിച്ചു. ഞാൻ ഇറങ്ങുവാ. അമ്മയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ തിരികെ നടന്നു. ചേച്ചി, ദേ ബസ് വന്നു. മുറ്റത്ത് നിന്നുകൊണ്ട് കാർത്തി അവളെ വിളിച്ചു. ഓടി ചെല്ലി കാർത്തി. സാരി കൈകൊണ്ട് കുറച്ച് പൊക്കി പിടിച്ച് അവൾ വഴിയിലൂടെ വേഗം റോഡിലേക്ക് ഓടി. ജീവിതം ഒരു മത്സരയോട്ടമാണ്. ഭാഗ്യമുള്ളത് ഓടി നേടാൻ കഴിയും, അല്ലാത്തത് കൈവിട്ടു പോകും. വേഗം വാ. ബസ്സിൽ നിന്ന് കണ്ടക്ടറുടെ വിളി കൂടി ആയപ്പോൾ ഓട്ടത്തിനായം കൂടി. അനുവേഗം ഫുഡ് സ്റ്റെപ്പിൽ ചവിട്ടിയതും ബസ്സിൽ ബെൽ മുഴങ്ങിയതും മുന്നോട്ടെടുത്തു. ജീവിതം തന്നെ ഒരു മരണപ്പാച്ചിലാണ്. മാത്രവുമല്ല, ഇതിപ്പോൾ ഒരു ശീലമായിരിക്കണു. ഈ വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ എക്സ്ട്രാ ബില്ലുണ്ട് കേട്ടോ. കണ്ടക്ടറുടെ തമാശ പറച്ചിൽ കേട്ട് ബസ്സിലുള്ളവരൊക്കെ ചിരിച്ചെങ്കിലും അനുവിനതൊന്നും രസിച്ചില്ല. തിരക്കിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ മനഃപൂർവ്വം അയാൾ തന്നെ മുട്ടുന്നുണ്ടെന്ന് അനുവിന് പലപ്പോഴും തോന്നിയിരുന്നു. സാറിന് ദേഹത്ത് മുട്ടാതെ നടക്കാൻ കഴിയില്ലേ? ദേഷ്യത്തോടെ അനു അയാളെ നോക്കി. എന്താ? എന്തോന്ന്? ദേ കുട്ടി, ഇവരും സ്ത്രീകൾ തന്നെയാണ്. ഈ തിരക്കിനിടയിൽ അവരെയും തട്ടിയും മുട്ടിയുമാണ് ഞാൻ നടക്കുന്നത്. അവർക്കാർക്കും ഒരു പരാതിയുമില്ല. ബസ് നിർത്തി ഇതിനെയൊക്കെ എന്തിനാണാവോ വെയിറ്റ് ചെയ്ത് കിടന്നത്? എന്നിട്ടും ഓരോരോ വർത്താനങ്ങൾ. തനിക്ക് ചുറ്റും നിന്ന സ്ത്രീകളടക്കം തന്നെ പഴി പറഞ്ഞപ്പോൾ അനുവിന് ശരിക്കും വിഷമം വന്നു. എൻ്റെ ശരീരത്തിൽ തൊട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ നാട്ടിൽ വേറെ ബസ്സില്ലാത്തതുപോലെ. വെറുതെയൊന്നുമല്ലല്ലോ, പൈസ തന്നിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ബസ് നിർത്ത്, ആളിറങ്ങാനുണ്ട്. അവൾ ഒച്ചകൂട്ടി ബഹളം വെച്ചു. കാർത്തി, കല്യാണി, ഇറങ്ങ്. അവൾ അവരെയും വിളിച്ചു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ചേച്ചി, ലേറ്റാവും, കല്യാണി അവളോട് പറഞ്ഞു. നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അഹങ്കാരി. ബസ്സിൽ നിന്ന് ആരോ അവളെ ഉച്ചത്തിൽ വിളിച്ചു. അതേടോ, അഹങ്കാരി തന്നെയാ. തൻ്റെയൊക്കെ വീട്ടിലുള്ളവർക്കും ഇതുപോലെ അനുഭവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വിളിക്കണം, അഹങ്കാരിയെന്ന്. അവൾ ഡോറ് വലിച്ചടച്ചു. ചേച്ചി, സമയം 9 മണിയായി. അടുത്ത ബസ് ഇനി എപ്പോഴാ? എനിക്ക് 9:15 ക്ലാസ്സിൽ കയറണം. കല്യാണി തിരക്കെ കൂട്ടിക്കൊണ്ട് അനുവിനെ നോക്കി. നിങ്ങൾ വാ, നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാം. നാളെ മുതൽ 8 മണിക്കുള്ള ബസ്സിൽ പൊയ്ക്കണം. നേരത്തെ എണീറ്റ് പഠിച്ചു പോകാൻ റെഡി ആയിക്കോണം രണ്ടും. ഓട്ടോയിലേക്ക് കയറിക്കൊണ്ട് അനു പറഞ്ഞു. ചേച്ചി, ദേ ഫോൺ റിങ് ചെയ്യുന്നു, കാർത്തി അവളോട് പറഞ്ഞു. തിടുക്കപ്പെട്ട് അവൾ ബാഗ് തുറന്നപ്പോഴേക്കും കാള് കട്ടായിപ്പോയി. നോക്കിയപ്പോൾ മേരി ചേച്ചിയുടെ പേരാണ്. കുറേ മിസ് കോളുകൾ വന്നിട്ടുണ്ട്. അവൾ തിരികെ വിളിച്ചു. എടി, എവിടെയാ നീ? ചേച്ചി, ഞാൻ ദാ എത്താറായി. മോളെ, നീ വേഗം വാ, ഇവിടെ സാറെത്തിയിട്ടുണ്ട്. ഞാൻ ദാ എത്തി. ചേട്ടാ, ദേ അവിടെ നിർത്തിക്കോട്ടോ. കാള് കട്ട് ചെയ്തുകൊണ്ട് അവൾ ഓട്ടോക്കാരനെ നോക്കി പറഞ്ഞു. പേഴ്സ് തുറന്ന് പൈസ കൊടുത്തു. ഇവരെ സ്കൂളിലോട്ടാക്കിയേക്കണേ. ചേച്ചി പോകുവാട്ടോ മക്കളെ. അവൾ കടയിലേക്ക് നടന്നു. റാക്കിൽ ബാഗ് കൊണ്ടുവച്ച് സമാധാനത്തോടെയൊന്ന് ശ്വാസമെടുത്തു. ഹൗ, രക്ഷപ്പെട്ടു. സാരിത്തുമ്പ് പിടിച്ച് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. തിരിഞ്ഞു നോക്കിയതും പിന്നിൽ കിഷോർ സാർ നിൽക്കുന്നത് കണ്ട് അനുരാധ ഞെട്ടിത്തിരിഞ്ഞു. റാക്കിലിരുന്ന തൻ്റെ ബാഗെടുത്ത് അയാൾ അവൾക്ക് നേരെ നീട്ടി. ഗെറ്റ് ഔട്ട് മൈ ഷോപ്പ്. അയാളുടെ പ്രവൃത്തി കണ്ട് ഒരു പാറ പോലെ അവൾ നിന്നു. ഐ സേ ഗെറ്റ് ഔട്ട് മൈ ഷോപ്പ്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ രീതികളും നിയമങ്ങളും പാലിക്കാൻ അവിടെ ജോലി ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും ബാധ്യസ്ഥരാണ്. തനിക്ക് വാണിംഗ് കുറേ തന്നു, ഇനി പറ്റില്ല. ഒരനക്കവുമില്ലാതെ അവൾ അയാളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ അവളുടെ കൈകളിലേക്ക് പതിച്ചു, പിന്നെ നിലത്തേക്കും.
ഗൗരി, അയാൾ ഉച്ചത്തിൽ വിളിച്ചു. ആ സർ. ഗൗരി വേഗം അവിടേക്ക് നടന്നെത്തി. ഇന്ന് വരെയുള്ള ഇവളുടെ ശമ്പളം പെട്ടെന്ന് കണക്കുകൂട്ടി പറയേ. ആ, ഇപ്പോൾ പറയാം സാർ. ഗൗരി തിരികെ നടന്നതും അനു നിലത്തേക്കിരുന്നു. സാർ പ്ലീസ് സാർ, എനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവുമില്ല സാർ. എന്നെ പറഞ്ഞു വിടരുത് സാർ, പ്ലീസ്. അവൾ അയാളുടെ കാലിൽ പിടിക്കുവാൻ തുടങ്ങി. തൊട്ടുപോകരുത്, എഴുന്നേറ്റ് ഇറങ്ങി പൊക്കോണം. ഇന്ന് വരെയുള്ള നിന്റെ ശമ്പളം ഞാൻ തരും, അതും വാങ്ങി വേഗം ഇറങ്ങിക്കോണം, രോഷാകുലനായി അയാൾ അവളോട് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനു അയാളുടെ മുന്നിൽ കൈകൂപ്പി നിന്നു.